ജീവിക്കുമ്പോഴാണ് നമ്മുടെ ക്രിസ്തീയമായിട്ട് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിറ്റി, ഒരു സമൂഹം ഉണ്ടാകുന്നത്, എ ന്യൂക്ലിയസ് കമ്മ്യൂണിറ്റി. അതിനുള്ള സ്വാതന്ത്ര്യം നമ്മൾ തന്നെ കണ്ടെത്തണം. ആരും ഈ സ്വാതന്ത്ര്യം വിളിച്ച് നമുക്ക് തരില്ല. ഒരു ബിഷപ്പ് തരില്ല, ഒരു പുരോഹിതൻ തന്നെന്ന് വരില്ല. ഇത് നാം അന്വേഷിക്കുകയും കണ്ടെത്തും. ഈ ലിറ്റിൽ ബ്രദേഴ്സ് ഓഫ് ജീസസ് എന്ന് പറഞ്ഞ ചാൾസ് ഫുക്കോയുടെ ഒരു ഗ്രൂപ്പാണല്ലോ ലിറ്റിൽ ബ്രദേഴ്സ് ഓഫ് ജീസസ്. അവരുടെ 2 ബ്രദേഴ്സ്, ഒരു ചെറിയ സമൂഹം ഇന്ത്യയിലുണ്ട്. സ്ത്രീകളുടെ ഉണ്ട്, പുരുഷന്മാരുടെ ഉണ്ട്. അപ്പോൾ അവരിൽ 2 പേര്, ശാന്തി, അരുൾ എന്ന് പറയുന്ന ഫ്രഞ്ചുകാർ, 2 പേര് മരിച്ചുപോയി. അപ്പോൾ അവരുടെ ഒരു ഓർമ്മ, അതിൽ വളരെ സ്വതന്ത്രമായ ഒരു ജീവിത രീതി, കാഴ്ചപ്പാട്, ലൈഫ് സ്റ്റൈലുള്ളവരാണ്. അപ്പോൾ അവരെക്കുറിച്ച് ഇന്ന് രാവിലെ ഞാൻ വായിച്ചപ്പോഴും എനിക്ക് വളരെ കുളിർമ തോന്നി. അവർ പറയും, ഈ അവരുടെ സഹസഹോദരങ്ങളുടെ കമ്മ്യൂണിറ്റിയിലുള്ളവർ എഴുതിയിരിക്കുന്ന ഈ ശാന്തി എന്ന് പറയുന്ന ബ്രദർ ആലമ്പൂണ്ടി എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ അവിടെയാണ് ഒരു ചെറിയ ഫ്രറ്റേണിറ്റി തുടങ്ങി. അപ്പോൾ അദ്ദേഹത്തിന് അവിടെയുള്ള മനുഷ്യരുടെ ഹൃദയങ്ങളെ സ്പർശിക്കാൻ കഴിഞ്ഞു. അത് ആ നാട്ടുകാർക്കും തോന്നി. ഹി ഹാസ് ടച്ച്ഡ് അവർ ലൈഫ് ഹിയർ. പാവപ്പെട്ട ആളുകൾ അവിടെ അദ്ദേഹം ഒരു കുഷ്ഠരോഗികളുടെ പാരാമെഡിക്കൽ ശുശ്രൂഷകനായിട്ട് കഴിഞ്ഞു. അദ്ദേഹം ആദ്യം ഇന്ത്യയിൽ വന്നപ്പോൾ ഈ സാധാരണക്കാരനോട് ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു ചെരുപ്പൂത്തിയായിട്ടാണ് പണി പിടിച്ചത്. എളിയവരെ ദൈവം ഉയർത്തും, ചെറിയവരോട് ചെയ്യുക. ഈ ചെറിയവരുടെ കൂടെയാണ് അദ്ദേഹം തുടങ്ങിയത്. അപ്പോൾ ആ ഒരു മെൻറ്റാലിറ്റി അദ്ദേഹം ഞങ്ങളുടെ ഹൃദയങ്ങളെ സ്പർശിച്ചു. ഇപ്പം നമ്മുടെ ഈ ആശ്രമങ്ങൾ കൊണ്ടൊക്കെ വരുന്നത്, നമ്മൾ കുറേ, എനിക്ക് കിട്ടിയ വേറൊരു കാഴ്ച എന്ന് പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് ഇത് കുടിക്കാൻ വെള്ളം എടുക്കാൻ പറയട്ടെ, ഞാൻ മുകളിൽ പോയി. ദാഹിക്കുന്നൊന്നുമില്ല. ഞങ്ങളെ ഈ വന്ന വഴി ഇതിനപ്പുറത്ത് ഊന്നുകല്ലി എന്നൊരു കടിച്ചായ കുടിച്ചു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ജീവിതം, ഇപ്പോൾ സാറിനറിയാമല്ലോ, ഇതിങ്ങനെ ഒരു വേറിട്ട് ചിന്തിക്കുകയും വേറിട്ട് പല സിസ്റ്റംസ് പഠിക്കുകയും അതൊക്കെ കഴിഞ്ഞ് വളരെ ആളുകളുമായിട്ട് സഹയാത്ര ചെയ്യുകയും ഒക്കെ ചെയ്ത ഒരു സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നത്, മനുഷ്യർ നമ്മളെപ്പോഴും ആശ്രമജീവിതത്തോട് ബന്ധപ്പെട്ട നമ്മൾ ഈ ബുദ്ധിമാന്മാരോടും വലിയവരോടും ഒക്കെ ഒത്തിരി വലിയ ആശയങ്ങളും തിയോളജിയും ഫിലോസഫിയും ഒക്കെ പറഞ്ഞു. പക്ഷേ സാധാരണക്കാരൻ്റെ ദൈവശാസ്ത്രം എന്ന് പറയുന്നത് മനുഷ്യത്വമാണ്. തിയോളജി അല്ല. അതാണ് ഇന്ന് രാവിലെ എനിക്ക് കിട്ടിയ സാധാരണക്കാരൻ്റെ എന്ന് പറയുന്നത് മനുഷ്യത്വമാണ്. അവന് വലിയ ആളാണോ? ഇത് എല്ലാവരും അവരുടേതായ രീതിയിൽ വലിയവരാണ്. ചിലർ വേറെ രീതിയിൽ വലിയവരായിരിക്കും. പക്ഷെ ഈ മിസ്റ്ററി നമ്മൾ കണ്ടെത്തി കഴിയുമ്പോൾ, കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ മനസ്സിൽ വന്ന വേറൊരു ചിന്ത, നമ്മുടെ ISROയുടെ ചെയർമാൻ ഡോക്ടർ സ്വാമിനാഥൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ മാതൃഭൂമിയിൽ വായിച്ചു. അപ്പോൾ അദ്ദേഹം ഈ പറയുന്ന സ്പേസ് സയൻസ്, റോക്കറ്റ്സ്, ഇപ്പോൾ ചന്ദ്രയാനം, സൂര്യയാനം ഇങ്ങനെയൊക്കെ വിട്ടിരിക്കുന്ന വലിയ ലോകരാഷ്ട്രങ്ങളിൽ തന്നെ ആദരിക്കപ്പെടുന്ന ഒരു വലിയ സയൻറ്റിസ്റ്റ്. അദ്ദേഹം പറയുന്നത്, ഈ ലോകം, ഈ പ്രപഞ്ചം, യൂണിവേഴ്സ്, അതെന്ന് പറയുന്നത് സൗരയൂഥത്തിൽപ്പെട്ടതാണ്, ഗാലക്സി അല്ലേ? ഈ ഗാലക്സിയിൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ എത്താൻ തന്നെ പ്രകാശവർഷങ്ങൾ വേണ്ടി വരും. അത് അങ്ങനെയുള്ള ഈ ഭൂമിയും
ചന്ദ്രനും സൂര്യനും ഒക്കെ ഉൾക്കൊള്ളുന്ന ആ ഒരു ഗാലക്സി, ഇതുപോലെയുള്ള അനേകം ഗാലക്സികൾ, നക്ഷത്രങ്ങൾ കോടാനുകോടിയുണ്ട്. ഈ വലിയ ഭൂമിയും ചന്ദ്രനും ഇതൊക്കെ അങ്ങ് നശിച്ചു പോയി, ഈ ഗാലക്സി നശിച്ചു പോയാലും പ്രപഞ്ചമെന്ന യൂണിവേഴ്സിൽ ഒന്നും സംഭവിക്കാനില്ല. പ്രപഞ്ചത്തിനൊന്നും ഒരു തോന്നലും ഉണ്ടാവില്ല. കാരണം പല നക്ഷത്രങ്ങളും കൂട്ടിയിടിച്ച് അങ്ങനെ നശിക്കുന്നു. അതുപോലെ ഞാനെന്ന് പറയുന്നത് എത്ര നിസ്സാരമാണ് എന്നെനിക്ക് മനസ്സിലാകുന്നു. അപ്പോൾ ഡ്രോപ്പ് ഇൻ ദി ഓഷൻ എന്നുള്ള വേദാന്തിക് ചിന്ത, സമുദ്രത്തിൽ തുള്ളി എന്താ? നമ്മുടെ ഈഗോ ഇങ്ങനെ നമ്മൾ ബലൂൺ വീർപ്പിക്കുന്ന പോലെ മതം കൊണ്ടും നമ്മുടെ മറ്റ് ചില സമ്മർദ്ദങ്ങൾ കൊണ്ടും എല്ലാം ഇങ്ങനെ വീർത്തിരിക്കുകയാണ്. അത് ഓരോ കുത്തു കിട്ടുമ്പോൾ അത് ഒന്നുകിൽ അത് പൊട്ടിപ്പോയാൽ പിന്നെ വേദനിക്കില്ല. ഈ മനസ്സാകുന്ന ബലൂൺ ഇങ്ങനെ വീർത്തിരിക്കുകയാണ്. അതാണ് ഈ മനസ്സ് തിരിഞ്ഞ് എൻ്റെ പിന്നാലെ വരാൻ യേശു പറഞ്ഞത്. അതൊരു കുമ്പസാരത്തിൽ ഒതുക്കാവുന്ന കാര്യമല്ല. കുമ്പസാരത്തിൽ കുറ്റബോധമാണ് വരുന്നത്. ഇതൊക്കെ ഞാൻ പറഞ്ഞ കുറ്റബോധമാണ് വരുന്നത്. പക്ഷേ ഞാനായിരിക്കുന്ന രീതിയിൽ എൻ്റെ അക്സെപ്റ്റൻസ്, ഞാനിങ്ങനെയാണ്, ദൈവമേ എൻ്റെ മേൽ കരുണയുണ്ടാകും എന്നുള്ള മനസ്ഥിതിയേക്കാൾ കൂടുതൽ ചില പരിഗണനകളൊക്കെ വന്നെന്ന് വരാം. യേശു ഉദ്ദേശിച്ച